വെള്ളർടയിൽ പ്രിയംവദ എന്ന 48-കാരിയെ കൊന്ന് പറമ്പിൽ കുഴിച്ചിട്ടു. ഈ സംഭവം കഴിഞ്ഞ 12-ാം തീയതി നടന്നതാണ്. 12-ാം തീയതി രാവിലെ പ്രിയംവദ എന്ന സ്ത്രീ 48 വയസ്സുകാരി വീട്ടിൽ നിന്ന് ഇറങ്ങി പാല് വാങ്ങാൻ പോയി. ഈ സന്ദർഭത്തിൽ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സരസ്വതി എന്ന സ്ത്രീയുടെ മകളെ കല്യാണം കഴിച്ച വിനോദ് എന്നയാൾ, അയാളും പ്രിയംവദയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രിയംവദയിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിച്ചു വിനോദ് എന്നാണ് പറയുന്നത്. അത് വിനോദിൻ്റെ ഭാഷ്യമാണ്. പ്രിയംവദ ഇപ്പം ജീവിച്ചിരിപ്പില്ല. പ്രിയംവദയിൽ നിന്ന് പണ ഇടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായി. താൻ അല്പം മദ്യവെച്ചിരുന്നു. അവരെ അടിച്ചു. അവർ താഴെ വീണു, ബോധരഹിതയായി. പിന്നീട് അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് കട്ടിലിനടിയിൽ ഒരു ചാക്കുകെട്ടിനകത്താക്കി ഇവരെ വെച്ചു. അത് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ അവിടെ വെള്ളട പോലീസ് വരാൻ കാരണം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സരസ്വതിയുടെ ഒരു മകളെയാണ് വിനോദ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ വീട്ടിലെ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ കട്ടിലിനടിയിൽ ഒരു ചാക്കുകെട്ടിന് ഇരിക്കുന്നത് കണ്ടു. പതുക്കെ അഴിച്ചു നോക്കി 2 കൈ കണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും സരസ്വതി അമ്മ ഉടൻ തന്നെ അവർ പോകുന്ന പള്ളിയിലെ അച്ഛനെ വിവരം അറിയിച്ചു. അദ്ദേഹമാണ് പോലീസിൽ അറിയിച്ചത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പം പ്രിയംവദ എന്ന സ്ത്രീയെ കാണാനില്ല. ഏതായാലും പോലീസ് രംഗത്ത് വന്നു. ആ വീട് പരിശോധിച്ചു. സരസ്വതി അമ്മ പറഞ്ഞത് തൊട്ടടുത്ത വീട്ടിലെ താമസിക്കുന്ന പ്രിയംവദയുടെ വീട്ടിലെ ചില ബ്ലഡ് സ്റ്റെയിൻസ്, ചില രക്തക്കറകളൊക്കെ കണ്ടുവന്നു. പോലീസ് എന്തായാലും പ്രിയംവദയുടെ വീട് പരിശോധിച്ചു. പ്രിയംവദയെ 12-ാം തീയതി മുതൽ കാണാനില്ല. പ്രിയംവദയുടെ കല്യാണം കഴിച്ച 2 മക്കൾ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവർ പോലീസിൽ പരാതിപ്പെട്ടു, അമ്മയെ കാണാനില്ല. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീട്ടിലെ സരസ്വതി അമ്മയും പള്ളിയിലൊരു അച്ഛൻ മുഖേന പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഈ സംഭവത്തിനോടനുബന്ധിച്ച് പോലീസ് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ആദ്യം കസ്റ്റഡിയിലെടുത്ത വിനോദിനെ പോലീസ് ചോദ്യം ചെയ്തപ്പം വിനോദ് കുറ്റം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ ഭാര്യ വീടായ സരസ്വതിയമ്മയുടെ കോമ്പൗണ്ടിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഈ കുട്ടികൾ പറയുന്നുണ്ട് അവരുടെ കട്ടിലിനടിയിൽ ഒരു ചാക്കെട്ടിനകത്ത് 2 കൈ കണ്ടെന്ന്. രാവിലെ മറ്റു ചില കാര്യം കൂടെ കുട്ടികൾ പറഞ്ഞു. അടുത്ത വീട്ടിൽ അവിടെ ചില ബ്ലഡ് സ്റ്റെയിൻസ്, രക്തപ്പാടുകൾ കണ്ടെന്ന്. ഏതായാലും വീട് പോലീസ് കൃത്യമായിട്ട് പ്രിയംവദയുടെ അകം പരിശോധിച്ചു. അവരുടെ അവിടെ രക്തക്കറകൾ കണ്ടു. കട്ടിലിൻ്റെ താഴെയായിട്ട് അവരെ കുറച്ച് മുടി കണ്ടു. അത് രക്തക്കറയും മുടിയും പോലീസ് പ്രിസർവ് ചെയ്തു. അവിടെ വന്ന് ആ ദിവസം 12-ാം തീയതി തൊട്ടടുത്ത വീട്ടിലെ സരസ്വതിയമ്മയും മക്കളും കൊച്ചുകുട്ടികളും അന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോയിരുന്നു എന്ന് പറയുന്നു. അന്ന് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരടുത്ത ദിവസം വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു ദിവസം ഡെഡ് ബോഡി അവിടെ ഒതുക്കം ചെയ്തിട്ട് അടുത്ത ദിവസം രാത്രിയിൽ വന്ന് അവർ ഇത് കുഴിച്ചിടുകയായിരുന്നു എന്നാണ് വരുന്നത്. എന്തായാലും വെള്ളട പോലീസ് അന്വേഷണത്തിൽ പ്രിയംവദയുടെ വീട്ടിലെ രക്തക്കറയും അവരെ കുറച്ച് മുടിയും ആ വീട്ടിനകത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ പ്രതി പറയുന്നത്, വിനോദ് പറയുന്നത്, തന്നെ അവരുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ആ പണം അവർ ചോദിച്ചു. അതിനെ സംബന്ധിച്ച് വഴക്കുണ്ടായി. അങ്ങനെയാണ് അടിച്ചു കൊന്നത്
പക്ഷേ ഇപ്പം പ്രിയംവദയുടെ 2 പെൺകുട്ടികൾ പറയുന്ന പുതിയ വാർത്തകൾ, അമ്മയുടെ കഴുത്തിൽ 3.5 പവൻ്റെ ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അവരുടെ മൂക്കിലൊരു മൂക്കൂത്തി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, അതും ഇപ്പോൾ ഇല്ല. സ്വർണ്ണമാണ് രണ്ടും. അപ്പോൾ ഇത് പോലീസ് വളരെ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു മർഡർ ഫോർ ഗെയിൻ ആണോ, സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള കൊലപാതകമാണോ? ഇവരുടെ കയ്യിൽ നിന്ന്, പ്രിയംവദയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ച് ശരിയായിരിക്കാം, പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. കശു ഫാക്ടറിയിലെ ജോലിക്കാരിയാണ് പ്രിയംവദ. ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവ് പിണങ്ങിപ്പോയി. അവരുടെ മക്കളെ കല്യാണം കഴിച്ചയച്ചു. ഇവർക്കിപ്പോൾ 48 വയസ്സുണ്ട്. ഈ വിനോദിന് ഏകദേശം 38 വയസ്സുണ്ട്. അയാളുടെ സഹോദരന് സന്തോഷ് അയാൾ ഈ ഡെഡ് ബോഡി കുഴിച്ചിടാൻ സഹായിച്ചു എന്ന് മാത്രമാണ് വിനോദ് പറയുന്നത്. അയാളും അത് തന്നെ പറയണം, ചേട്ടനെ സഹായിച്ചു, ഇതൊന്ന് കുഴിച്ചിടാൻ കൂട്ടണം, കുഴി വെട്ടാൻ കൂടി എന്നാണ് പറയുന്നത്. എന്തായാലും തെളിവ് നശിപ്പിക്കാനായിട്ട് പ്രതിയായല്ലോ. കാരണം ഡെഡ് ബോഡി അവർ കുഴിച്ചിടാൻ സഹായിച്ചു. പക്ഷേ ഈ കൊലപാതകം താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്നാണ് വിനോദ് പറയുന്നത്. അത് അബദ്ധവശാൽ സംഭവിച്ചതാണ്. പണം ചോദിച്ച് അതേപ്പറ്റി തർക്കമുണ്ടായി. താൻ അവരെ ഒരടി അടിച്ചു. അവർ ബോധരഹിതയായി താഴെ വീണു. പിന്നെ അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നു. അതാണ് അയാൾ പറയുന്ന കഥ. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ കുഴിച്ചിട്ടപ്പം ഈ 3.5 പവൻ എടുത്തതാണോ, അതോ 3.5 പവൻ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയിട്ട് കൊന്നതാണോ? കാരണം തൊട്ടടുത്ത വീട്ടിലെ അന്ന് സരസ്വതി അമ്മയും മക്കളും ആരുമില്ല. ഈ 2 വീട്ടിലെ ആളില്ല. ഇതാരും അറിയില്ല. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ കാര്യമായിട്ട് വളരെ നന്നായിട്ട് ഇയാളെ ചോദ്യം ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇയാൾ ഈ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി കൊന്നതാണോ, യഥാർത്ഥത്തിൽ അവർ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടോ പണം? അത് ആ പ്രശ്നം കുറച്ചുകൂടെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അയാളത് പറയുന്നത്. താൻ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി ഇവരെ കൊന്നത് ആയിരിക്കാനാണ് ഭൂരിപക്ഷ സാധ്യത. 3.5 പവനുണ്ടല്ലോ, ഏകദേശം 2-2.5 ലക്ഷം രൂപയുടെ സാധനമാണ്. അത് തന്നെയല്ല, ഇവരത് ഇട്ടുകൊണ്ട് പോകുന്നു. ഇവരുടെ കയ്യിൽ വേറെയും പൈസ കാണാം. കാരണം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്, ഭർത്താവില്ല, ഭർത്താവ് നേരത്തെ പിണങ്ങിപ്പോയി. അവർ ഡെയിലി വേജസിൽ അല്ലെങ്കിൽ കശുവണ്ടി തല്ലാൻ പോകുന്നിടത്താണ് ജോലി. അവർക്ക് ശമ്പളമുണ്ട്, അല്ലെങ്കിൽ മാസം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതൊക്കെ അവർ സൂക്ഷിച്ചു വെക്കും. ആ പണം എടുക്കും. അവരുടെ കയ്യിൽ സ്വല്പം സേവിങ്സും കാണും. അതിനി പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇയാളുമായിട്ട് തൊട്ടടുത്ത വീട്ടിലെ അവിടുത്തെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആളാണ് ഈ വിനോദ് എന്ന് പറഞ്ഞ ആൾ. അയാളുടെ വീട് അവിടെയല്ല, അയാൾ നെയ്യാറ്റിൻകര അടുത്താണ് അയാളുടെ വീട്. അയാൾ അനിയനും ഇവിടെ വന്ന് ഈ ചേട്ടനെ സഹായിക്കാം ഡിസ്പോസൽ ചെയ്യാൻ ഡെഡ് ബോഡി. ഏതായാലും ഈ കേസ് ഇപ്പം വെള്ളറട പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇവർ 2 പേരും പ്രതികളായി. 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് മുന്നോട്ട് പോവുകയാണ്. ആ കേസിൻ്റെ 3.5 പവൻ്റെ മാല അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്നു എന്ന് ഇപ്പം ആ 2 പെൺകുട്ടികളും ഇപ്പം പറയുന്നു. അപ്പോൾ അത് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ലാത്ത കാര്യമാണ്. ആ പെൺകുട്ടികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അമ്മയുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്ന ഒരു മൂക്കൂത്തി സ്വർണത്തിൻ്റെ തന്നെ മൂക്കയിലും ഉണ്ടെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിൽ അല്പം പണം കൂടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് മോഹിച്ച് തന്നെ വിനോദ് ഇവരെ കൊന്ന് അത് തന്നെ കുഴിച്ചിടാൻ നോക്കിയിട്ട് പറ്റാതെ വന്നപ്പോഴായിരിക്കും അനിയനെ കൂടെ വിളിച്ചത്. അനിയൻ അതിനെന്തെങ്കിലും ഷെയർ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മർഡർ ഫോർ ഗെയിൻ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഞാൻ. അത് സ്വർണത്തിന് വേണ്ടി തന്നെ കൊന്നിരിക്കാം, ലോണിൻ്റെ കഥ ഉണ്ടാക്കിയതായിരിക്കാം. ഇനി അബദ്ധവശാലെങ്ങാനും ചിലപ്പോൾ കുറച്ച് ചെറിയ എമൗണ്ട് വല്ല അവർ കൊടുത്തിട്ടുണ്ടാവാം, കൊടുക്കൽ വാങ്ങലുണ്ടായിരിക്കാം. തൊട്ടടുത്ത വീട്ടിലെ പയ്യനാണ്, അവിടുത്തെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചവനാണ്. അപ്പോൾ അതൊക്കെ നോക്കാം. പക്ഷേ ആ ഒരു ദിവസം അടുത്ത വീട്ടിൽ സരസ്വതിയമ്മയും ആ കൊച്ചുമക്കളും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം ഇയാൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി. ആ സമയത്ത് ഇയാൾ എന്തിനവിടെ വന്നു? അവരില്ലയെന്നറിയാമല്ലോ. അപ്പോൾ അതൊക്കെ സംശയകരമായ സാഹചര്യത്തിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വർണത്തിന് വേണ്ടി തന്നെ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.